ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ബർഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. ചാലക്കുടിയാണ് സ്ഥലം വരുന്നത്. അപ്പോൾ ഞങ്ങളിതേ ചാലക്കുടി മൂലൻസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പിലാണ് കയറിയേക്കുന്നത്, ബർഗർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദേ ഈ ഒരു വഴിയിൽ അറ്റത്താണ് കേട്ടോ ഷോപ്പ് വരുന്നത്. നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് അവരുടെ വഴി. അവിടെ ഐ ലവ് ചാലക്കുടി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ആ ഷോപ്പ്. നല്ല ആംബിയൻസ് ആണ്. അങ്ങനെ ഷോപ്പിൻ്റെ അകത്ത് അത്യാവശ്യം ഇരിക്കാനൊക്കെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഷോപ്പ് തന്നെയാണ്. ഞങ്ങളിതേ ഓൾറെഡി അവിടെ കയറിയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്തതാണ്. ഇവിടെ ഞങ്ങൾ മെനു നോക്കുമ്പോൾ ഇവിടെ ഒരാൾ വാശി പിടിക്കാൻ കേട്ടോ, അത് വേണമെന്ന് പറഞ്ഞിട്ട്. ഭയങ്കര വാശിയായിരുന്നു, അത് വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ അവനെയും കൊണ്ട് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം. ഭയങ്കര വാശി പിടിച്ചപ്പോൾ പിന്നെ രക്ഷയില്ല. അപ്പോൾ അവനെയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റൊക്കെ കാണിച്ച് ഇങ്ങനെ നടത്താണ്. അപ്പോൾ അവിടെ തകൃതിയായിട്ട് ഓർഡർ ചെയ്തു. ഫ്രഞ്ച് ഫ്രൈസും 2 ബർഗറും ഷേക്കൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് സ്റ്റാർട്ടറായിട്ട് കഴിക്കുകയാണ്. അതിനുശേഷം 2 ബർഗേഴ്സ് വന്നു. ഒരെണ്ണം സിംഗർ ബർഗറും ഒരെണ്ണം ബീഫ് ബർഗറാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ രണ്ടും എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഫസ്റ്റത്തെ സിംഗർ ബർഗർ ഞാൻ കഴിക്കാൻ കേട്ടോ. സിംഗർ ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബർഗേഴ്സ് രണ്ടും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. സിംഗറിൽ കുറച്ച് മയണൈസ് കൂടിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ചിക്കു ഷേക്കും മാംഗോ ഷേക്കും പിന്നെ ടെൻഡർ കോക്കനട്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കിട്ടിയില്ല എന്ന് തോന്നുന്നു. പിന്നെ ബീഫ് ബർഗർ ട്രൈ ചെയ്യാണ്. ബീഫ് ബർഗർ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ മാംഗോ ഷേക്ക് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. എന്തോ ഒരു ചുവയുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ചിക്കു ഷേക്ക് എനിക്കിഷ്ടമായി. വലിയ കുഴപ്പമുണ്ടായില്ല. അധികം മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എല്ലാ പാത്രങ്ങളൊക്കെ കാലിയായി. ഇവൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ദിൽസേ ദാബേലി, മൂലൻസിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ദിൽസേ ദാബേലിയിൽ പോയിട്ട് പാനിപ്പൂരി കൂടി ഒന്ന് കഴിച്ചു. അപ്പോൾ പാനിപ്പൂരി കഴിച്ച് ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്, കാഴ്ചകളൊക്കെ കണ്ട്. അതിനുശേഷം ഞങ്ങൾ മൂലൻസിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വെറുതെ ഒന്ന് കയറി വെറുതെ ഇങ്ങനെ റൗണ്ടൊക്കെ അടിച്ച് കുറച്ച് നേരം നടന്നു. അതിനുശേഷം അവിടെ പാവകളുടെ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ പോയപ്പോൾ ഇവന് ഒരു ഒടുക്കത്തെ പേടി. പാവകളെ ഒന്നും വേണ്ട. ചില കുട്ടികൾക്ക് പാവകൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കില്ല. ഇവനത് വേണ്ട, ഇവനത് പേടി. ഭാഗ്യം കാശ് അത്ര ലാഭമായില്ലോ. ഇവിടെ ഒരാൾ ബോട്ട്സൊക്കെ നോക്കുന്നുണ്ട്. ബോട്ട്സിൻ്റെയും ബാഗിൻ്റെയും നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. അത്യാവശ്യം റേറ്റ് കുറവുണ്ട്. ഈ ഒരു ബോട്ട്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ സ്ലേറ്റിൻ്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നമുക്ക് മായ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ പെൻസിൽ അതിൻ്റെ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതെടുത്ത് ഞാനിങ്ങനെ വരച്ച് നോക്കാനുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബോക്സ്. നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കട ക്ലോസ് ആക്കി. ബാക്കിലൂടെ നമുക്ക് പോകാനായിട്ട് പറ്റും, പക്ഷേ പുറത്തുനിന്ന് ആൾക്കാർ കയറാതിരിക്കാൻ ഇവിടെ ഒരാൾ അപ്പോൾ കരച്ചിലായിട്ടാണ്. കടയുടെ ഉള്ളിൽ അകപ്പെട്ട് പോയി എന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ബാക്കിലൂടെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിത് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.